കാലത്ത് നല്ലൊരു സ്കില്ല് വേണ്ടുന്ന ഒന്ന് തന്നെയാണ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. പേരൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള നോളജ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുക തന്നെ ചെയ്യും. ഒരു വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ്, ട്രോമാസ്, കോൺഫ്ലിക്ട്സ് ഇതൊക്കെ ലേറ്റർ ലൈഫിൽ അവരുടെ പേഴ്സണാലിറ്റിയിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡിജിറ്റൽ ഓവർലോഡ്, എക്സസീവ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം. നമുക്കറിയാം ഇന്നത്തെ കാലത്തെ കുട്ടികളെ ഇൻ്റർനെറ്റുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിലും ഫോണിലും സോഷ്യൽ മീഡിയാസിലും ഒക്കെ ഒരുപാട് ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഡ്യൂസ് ആവുന്നത് അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആണ് മെയിനായിട്ടും ഒരാളുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ള നമുക്ക് വേണ്ടുന്ന കുറച്ച് ലൈഫ് സ്കിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസ് വഴിയാണ്. അതിവിടെ റെഡ്യൂസ് ആവുന്നു. അതുപോലെ തന്നെ ആങ്സൈറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിജിറ്റൽ ഡിവൈസ് ഡിപ്പെൻഡൻസി കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റൻഷൻ്റെയും കോൺസെൻട്രേഷൻ്റെയും ഇഷ്യൂസ് ഒക്കെ കുട്ടികളിൽ കാണാറുണ്ട്. നെക്സ്റ്റ് വൺ, ഇൻഎഡ്യൂക്കേറ്റ് ആയിട്ടുള്ള സ്ലീപ്പാണ്. കുട്ടികളിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ലേണിംഗ് എബിലിറ്റീസിനെ ബാധിക്കും. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെഫിസിറ്റിന് കാരണമാകും. അവരിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും. അതുപോലെ തന്നെ പല ഇഷ്യൂസും ഫിസിക്കലും കോഗ്നിറ്റീവും ആയിട്ടുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള പല ഇഷ്യൂസും അവരിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് റൂട്ടീൻ, ബെഡ് ടൈം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. കുട്ടികളിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അവരുടെ കോഗ്നിറ്റീവ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യാൻ, അതായത് റീസണിങ്, പ്രോബ്ലം സോൾവിങ് പോലുള്ള കോഗ്നിറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഫോർത്ത് വൺ, ഇൻസഫിഷ്യൻറ്റ് മെൻ്റൽ സ്റ്റിമുലേഷൻ. കുട്ടികൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെൻ്റൽ സ്റ്റിമുലേഷൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. 6 മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് കുട്ടികളുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയം. ന്യൂറൽ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടികളിൽ ഈ സമയത്ത് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മെൻ്റൽ സ്റ്റിമുലേഷൻസ് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ലേൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പസിൽ സോൾവിങ് കൊടുക്കുക, അതുപോലെ തന്നെ ഗെയിമിങ്സ്, അങ്ങനെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുട്ടികളുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് വൺ, ന്യൂട്രീഷണൽ ഷോർട്ട് കമ്മിങ്സും. നമുക്കറിയാം പോഷകാഹാരക്കുറവ് കുട്ടികളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയും മാനസികമായിട്ടുള്ള വളർച്ചയും ഒക്കെ ബാധിക്കും അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ രക്ഷിതാക്കൾക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനിൽ നല്ലൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ അത്രത്തോളം കൺസേൺ ആവുക തന്നെ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ജനറേഷനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.